ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകി ഇസ്രായേൽ മന്ത്രിസഭ 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വന്നേക്കും. തിങ്കളാഴ്ചയോടെ ഇരു രാജ്യങ്ങളും ബന്ദികളെ കൈമാറുന്നത് ആരംഭിക്കുമെന്നാണ് വിവരം. വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിച്ചതോടെ ഗാസയിൽ അവശേഷിച്ച ജനങ്ങൾ മധുരം വിതരണം ചെയ്തും പലസ്തീൻ പതാകകൾ ഏന്തിയും ആഘോഷ പ്രകടനം നടത്തി. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, 2 വർഷത്തിന് ശേഷം ഗാസയിൽ സമാധാനം പുലരുന്നു എന്നൊരു ശുഭവാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഒരു വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ മന്ത്രിസഭ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ത്തിനിപ്പുറം ഗാസയിൽ സമാധാനം പുലരുന്നു. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ അല്ലെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ്. എന്തായാലും അവിടെ ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സന്തോഷമാണ്, ആഘോഷങ്ങൾക്കപ്പുറം സന്തോഷം തന്നെയാണ് ഗാസയിലുള്ള ജനങ്ങൾക്ക്. കാരണം എത്രയെത്ര കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീണതെന്ന് ആലോചിക്കുമ്പോൾ അതിലൊക്കെയുള്ള ഒരു അവസാനം അല്ലെങ്കിൽ ഒരു ശുഭ പര്യവസാനം എന്നൊക്കെ പറയുന്നത് പോലെ സന്തോഷം പുലർന്നിരിക്കുന്നു, സമാധാനം പുലർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ മന്ത്രിസഭ ഈ ഒരു ഗാസയിലെ സമാധാന കരാറിന് അംഗീകാരം നൽകുന്നത്. സുരക്ഷാ സമിതിയാണ് അംഗീകാരം നൽകിയത്. എന്തായാലും വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളൊരു കാര്യം ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം വെടിനിർത്തൽ നിലവിൽ വരുമെന്നുള്ള ഒരു കാര്യമാണ് നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബന്ദിമോചനം തിങ്കളാഴ്ചയോടുകൂടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ വെടിനിർത്തൽ അംഗീകരിച്ച് 72 മണിക്കൂറുകൾക്കുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കുമെന്നുള്ളൊരു കാര്യം ഹമാസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി ബന്ദിമോചനം നടക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2000-ഓളം വരുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ വിട്ടയക്കേണ്ട ഈ തടവുകാരുടെ എല്ലാം പട്ടിക ഹമാസ് നേരത്തെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലി 2000-ഓളം വരുന്ന തടവുകാരെ വിട്ടയക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കരാർ ഒപ്പിടാൻ അല്ലെങ്കിൽ കരാർ ഒപ്പിടുന്നത് നേരിട്ട് കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിൽ എത്തുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈജിപ്തിൽ ഇത്തരത്തിലുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തുടർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ഇപ്പോൾ ഒരു ശുഭപര്യവസാനം എന്ന് തന്നെ പറയാം. നേരിട്ട് ഈജിപ്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തും എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യഘട്ടമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാടധികം കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഹമാസിന്റെ നിരായുധീകരണവും അതോടൊപ്പം തന്നെ ഈ ഒരു ഇസ്രായേൽ സൈന്യത്തിന്റെ ഗാസയിൽ നിന്നുള്ള സമ്പൂർണ്ണ പിന്മാറ്റവും തുടങ്ങി ഒരുപാടധികം കാര്യങ്ങളിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഇനി നടക്കും, വരും ദിവസങ്ങളിലായി നടക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നതും. അതോടൊപ്പം തന്നെ സമാധാന കരാറെല്ലാം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ 200-ഓളം US സൈനികരെ ഇസ്രായേലിലേക്ക് അയക്കും എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നു. ഹമാസ് ചർച്ചകളിലെല്ലാം തന്നെ ഈ നടന്ന ചർച്ചകളിലെല്ലാം തന്നെ ഹമാസ് പ്രധാനമായി ഇതെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ അത് നിരീക്ഷിക്കാൻ അവിടെ ഒരു സൈന്യം വേണം എന്നുള്ള ഒരു കാര്യം ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത്. ആ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് US 200-ഓളം സൈനികരെയാണ് അവിടേക്ക് അയക്കുന്നത്. അതോടൊപ്പം തന്നെ ഖത്തർ, തുർക്കി, ഈജിപ്ത്, UAE എന്നിവരുടെയൊക്കെ സംഘവും അവിടെ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഒരു സമാധാന കരാർ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിന് അവിടേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗാസയിൽ ഇതുവരെ പുതിയ ആക്രമണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് വളരെയധികം സമാധാനമുള്ള അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം വ്യോമാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ ഇസ്രായേൽ നിർത്തിവെച്ചു എന്നുള്ള ഒരു കാര്യം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹമാസ് ഇക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയൊന്നും
രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 2 വർഷങ്ങൾക്കിപ്പുറം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ചിരി വീണ്ടും തെളിയുകയാണ്, അല്ലെങ്കിൽ ഗാസയിൽ സമാധാനം പുലരുകയാണ്. ആ ഒരു സമാധാനത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോൾ അത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ദീപ്തി. തീർച്ചയായും ഗാസയിൽ ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ മന്ത്രിസഭ. 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വന്നേക്കും. തിങ്കളാഴ്ചയോടെ ഇരു രാജ്യങ്ങളും ബന്ദികളെ കൈമാറുന്നത് ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിച്ചതോടെ ഗാസയിൽ അവശേഷിച്ച ജനങ്ങൾ മധുരം വിതരണം ചെയ്തും പലസ്തീൻ പതാകകൾ ഏന്തിയും ആഘോഷ പ്രകടനം നടത്തി. അതുപോലെ തന്നെ ഈജിപ്തിൽ ഡൊണാൾഡ് ട്രംപ് എത്തി ഈ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കുന്നതിന് സാക്ഷിയാകുമെന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.